ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശിവഗിരിയിൽ നടത്തിയ പ്രഭാഷണത്തിൽ നാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവല്ലെന്നും സനാതനധർമ്മം എന്നത് വർണ്ണാശ്രമധർമ്മത്തിൻ്റെ മറ്റൊരു പേര് മാത്രമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂചിപ്പിക്കുകയുണ്ടായി. അതിനു മുമ്പ് തമിഴ്നാട്ടിൽ ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മം എന്ന് പറയുന്നത് കോവിഡ് മഹാമാരി പോലെ തുടച്ചു നീക്കപ്പെടേണ്ട ഒന്നാണ്, അനിഹിലേറ്റ് ചെയ്യപ്പെടേണ്ട ഒന്നാണ് എന്ന് പറയുകയുണ്ടായി. എന്തുകൊണ്ട് അനിഹിലേറ്റ് ചെയ്യപ്പെടണമെന്ന് ചോദിച്ചാൽ ബദലൊന്നുമില്ല, അതിനെ ഉന്മൂലനം ചെയ്യുകയേ രക്ഷയുള്ളൂ. വേറെ ഒരു ബദൽ നിർമ്മിക്കാനോ പ്രതിരോധം തീർക്കാനോ പോലും സാധ്യമല്ലാത്ത ഒരു ഭീകരമായ, നമ്മളെ പിഴിഞ്ഞു മുക്കി കൊല്ലുന്ന ഒരു വ്യവസ്ഥാക്രമത്തിൻ്റെ പേരാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഈ കുറേ കാലം സന്ധ്യയ്ക്ക് ചൊല്ലുന്ന ഒരു നാമസങ്കീർത്തനമുണ്ടല്ലോ, രാമരാമ പാഹിമാം മുകുന്ദരാമ പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദരാമ പാഹിമാം. അതിലൊരു വരിയുണ്ട്, ഭംഗിയോട് ഭൂമി തന്നെ ബ്രാഹ്മണർക്ക് നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമരാമ പാഹിമാം. അപ്പോൾ ഇവിടുത്തെ രാമനാരാണ്? പരശുരാമനാണ്. ആ പരശുരാമനോട് പ്രാർത്ഥിക്കുകയാണ്, പാഹിമാം, പാഹി, എന്നെ രക്ഷിക്കണം, മാം പാഹി, നീ എന്നെ രക്ഷിക്കണം. എങ്ങനെ രക്ഷിക്കണം? നീ ഭംഗിയോടെ വന്ന് ഭൂമിയെല്ലാം ആർക്ക് കൊടുക്കണം? ബ്രാഹ്മണർക്ക് കൊടുക്കണം. ഭൂപരിഷ്കരണത്തിന് നേതൃത്വം വഹിച്ച പുരോഗമന പ്രസ്ഥാനക്കാരാരായെന്ന് ഞാൻ പറയുന്നില്ല, അത് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ ഈ രീതിയിൽ ഈ പരിഷ്കരണ പ്രസ്ഥാനങ്ങളൊക്കെ നടന്നു വരുമ്പോഴും ഈ ഭൂമിയെല്ലാം ബ്രാഹ്മണർക്ക് നൽകുവാൻ വേണ്ടി വന്നുദിച്ച ഒരു രാമനെ പ്രാർത്ഥിക്കുന്ന ധർമ്മത്തിൻ്റെ പേരാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഉദാഹരണം എനിക്ക് തോന്നുന്നു പഴയ മലയാള പാഠപുസ്തകങ്ങളിലെല്ലാം കാണും. ആഴിമകൾ ഒരുമിച്ചൊരു കട്ടിലിന്മേലന്നേരം ഏഴാം മാളിക മുകളിൽ ഇരുന്നരുളും, 7 ഉലകുവാഴിയായ തമ്പുരാനത്രയും താഴെ തൻ്റെ വയസ്യനെ ദൂരത്തു കണ്ടു. അപ്പോൾ കുചേലനെ കണ്ടിട്ട് കൃഷ്ണൻ വളരെ ദുഃഖിതനായി മുഷിഞ്ഞ ജീർണവസ്ത്രവും ധരിച്ച കുചേലനെ സ്വീകരിച്ചു കൊണ്ടുവരികയാണ്. പക്ഷേ ഭാഗവത പുരാണത്തിലെന്നല്ല, മഹാഭാരതം നിങ്ങൾ മുഴുവൻ അരിച്ചു പെറുക്കിയാലും കൃഷ്ണൻ ബ്രാഹ്മണനെ അല്ലാതെ മറ്റാരെ ഇങ്ങനെ സ്വീകരിച്ചു കൊണ്ടുവന്നൊരു ചരിത്രമില്ല. ഇതിൻ്റെ പേരാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആമുഖമായി ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് എന്താണ് സനാതനധർമ്മം എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ധർമ്മം എന്ന വാക്ക് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് അതിൻ്റെ ഒരു മൂലം എന്ന് പറയുന്നത് മൂലധാതു ധൃ എന്ന് പറയുന്ന മൂലധാതുവിൽ നിന്നാണ് ധർമ്മം എന്ന പദം രൂപം കണ്ടിട്ടുള്ളത്. ആദ്യകാലത്ത് ഋഗ്വേദം മുതലായ വേദങ്ങളിൽ അത് റിലിജിയസ് റൈറ്റ്സ് എന്ന് പറയുന്ന അർത്ഥത്തിൽ മാത്രമേ നമ്മൾ ധർമ്മം എന്ന വാക്കിനെ പറ്റി കാണുന്നുള്ളൂ. താനി ധർമാണി പ്രഥമാന്യാസൻ, പ്രഥമ ധർമ്മ എന്നൊക്കെയുള്ള പ്രയോഗം നമുക്ക് ഋഗ്വേദത്തിൽ കാണാം. ഋഗ്വേദത്തിൽ തന്നെ മറ്റൊരിടത്ത് കാണും, ആജ്ഞാരജാംസി ദിവ്യാനി പാർത്ഥിവ ശ്ലോകം ദേവകൃണുതേ സ്വായധർമ്മണേ എന്ന പ്രയോഗം കാണാം. ധർമ്മേണ മിത്ര വരുണ വിപശ്ചിത വ്രത രക്ഷേത അസുരസ്യമായ എന്നൊക്കെയുള്ള പ്രയോഗം ഋഗ്വേദത്തിൽ നമുക്ക് കാണാം. ഇവിടെ അനുഷ്ഠാനം എന്നുള്ള അർത്ഥത്തിലാണ് ഋഗ്വേദത്തിൽ ധർമ്മം എന്ന് പ്രയോഗിക്കുന്നത്. അഥർവവേദത്തിലും ഇങ്ങനെ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനുള്ള യോഗ്യതയായി അഥർവവേദത്തിലും ധർമ്മത്തെ പ്രതിപാദിക്കുന്നുണ്ട്. ചാന്തോക്യോപനിഷത്തിലേക്ക് എത്തുമ്പോൾ ധർമ്മത്തിന് 3 സ്കന്ധങ്ങളുണ്ട് എന്ന് ചാന്തോക്യോപനിഷത്ത് പറയും. യജ്ഞം, അധ്യയനം, ദാനം എന്നിവയാണ് ആദ്യത്തെ സ്കന്ധമെന്നും തപസ് തന്നെ രണ്ടാമത്തതെന്നും ആചാര്യകുലത്തിൽ ബ്രഹ്മചര്യോടുകൂടി ശരീരം അത്യന്തം ക്ഷീണിപ്പിക്കുന്നതാണ് ധർമ്മമെന്നും ധർമ്മത്തിൻ്റെ 3 സ്കന്ധങ്ങളെപ്പറ്റി ചാന്തോക്യോപനിഷത്ത് വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ അപകടം കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ചാന്തോക്യോപനിഷത്തിൻ്റെ വായനയിൽ നമുക്ക് അപകടം തെളിഞ്ഞു കിട്ടും. ചാന്തോക്യോപനിഷത്തിൽ പറയും, നോ ഇതരാണി ഏകേ ചാസ്മാശ്രേയാംസോ ബ്രാഹ്മണാഹ തേഷാം തയ ആസനേന പ്രശ്വസിതവ്യം എന്ന് പറഞ്ഞു വെക്കും. ഞങ്ങളെക്കാൾ ശ്രേഷ്ഠന്മാരായ ബ്രാഹ്മണർ വരുമ്പോൾ അവർക്ക് ആസനം മുതലായത് നൽകി അവരുടെ ക്ഷീണം തീർക്കാൻ സഹായിക്കണം എന്ന് ചാന്തോക്യോപനിഷത്ത് പറഞ്ഞു വെക്കും. ഈ ചാന്തോക്യോപനിഷത്തിലാണ് തത്വമസി ഉള്ളത്. ഈ ചാന്തോക്യോപനിഷത്ത് തന്നെയാണ് ചണ്ടാളന്മാരെ യാഗശാലയിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നതും ഈ ചാന്തോക്യോപനിഷത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, 2 ബ്രാഹ്മണർ കൂടി ഇരിക്കുമ്പോൾ മാത്രം പറയാവുന്നൊരു വാക്യമാണ് തത്വമസി എന്ന് പറയുന്നത്. മുഴുവൻ മനുഷ്യർക്കും ബാധകമായ ഒരു കാര്യമേ അല്ല തത്വമസി എന്ന് പറയുന്നത്. ഇനിയും ധർമ്മത്തെ എന്താണ് എന്ന് ധർമ്മശാസ്ത്രങ്ങൾ നിർവചിക്കുന്നുണ്ട്. മനുസ്മൃതിയിൽ 1-ാം അധ്യായം 2-ാമത്തെ ശ്ലോകത്തിൽ പറയും, ഭഗവൻ സർവവർണ്ണാനാം യഥാവതനു പൂർവശഃ അന്തരപ്രഹ്വാണാം ച ധർമാൻ നോ വക്തുമർഹസി എന്ന് പറയും.
മനുവിനെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് മുനിമാർ പറയുകയാണ്, ഞങ്ങൾക്ക് സർവ്വവർണ്ണങ്ങളുടെയും ധർമ്മത്തെ പറഞ്ഞു തന്നാലും. അല്ലാതെ ആധുനികമായ ഭരണഘടനാ ധാർമ്മികത, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്ന അർത്ഥത്തിലുള്ള ആധുനികമായ യുക്തിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സാമൂഹ്യ സദാചാരത്തെ അല്ല മനുസ്മൃതി ധർമ്മം എന്ന് കാണുന്നത്. മറിച്ച് വർണ്ണധർമ്മം അല്ലെങ്കിൽ ജാതിധർമ്മത്തെയാണ് മനു ധർമ്മം എന്നതുകൊണ്ട് വ്യവച്ഛേദിക്കുന്നത്. ഇതുപോലെ യാജ്ഞവൽക്യ സ്മൃതിയിലും കാണാം. 1-ാം അധ്യായം 1-ാമത്തെ ശ്ലോകത്തിൽ പറയും, യോഗീശ്വരം യാജ്ഞവൽക്യം സംപൂജ്യ മുനയോ അബ്രുവൻ വർണ്ണാശ്രമേതരേഷാം നോ ബ്രൂഹി ധർമാനശേഷതഃ എന്ന് പറയും. യോഗീശ്വരനായ യാജ്ഞവൽക്കനെ പൂജിച്ചിട്ട് മുനിമാർ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, വർണ്ണാശ്രമധർമ്മം ഞങ്ങൾക്ക് വഴിപോലെ ചൊല്ലിത്തന്നാലും എന്താണ് ഈ വർണ്ണാശ്രമം എന്ന് പറഞ്ഞാൽ? വർണ്ണവും ആശ്രമവും ഉണ്ട്. വർണ്ണം എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹം എങ്ങനെ ജീവിക്കണമെന്ന് ചിട്ടപ്പെടുത്തിയിട്ടുള്ള വ്യവസ്ഥാക്രമത്തിൻ്റെ പേരാണ് വർണ്ണം എന്ന് പറയുന്നത്. ഈ വർണ്ണം അനുസരിച്ച് മനുഷ്യരെ 4 തട്ടായി തിരിക്കുകയും അവരുടെ വിവാഹവും വിദ്യാഭ്യാസവും എല്ലാം 4ആയി തരംതിരിക്കുകയും ചെയ്യുന്നതാണ് ആശ്രമം. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇവിടെ തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇത് ത്രൈവർണികരെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന സന്യാസവും ഇല്ല, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ബാധകമായ ഗൃഹസ്ഥാശ്രമവും ഇല്ല, മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന അവർക്ക് ബാധകമായ ഒരു വിദ്യാഭ്യാസ പ്രക്രിയയും ഇല്ല. പഴയ ധർമ്മസൂത്രങ്ങൾ നോക്കിയാൽ അറിയാം, ത്രൈവർണികർക്ക് മാത്രമാണ് വിദ്യാഭ്യാസത്തിന് പോലും അവകാശമുണ്ടായിരുന്നത് എന്ന്. വളരെ പ്രസിദ്ധമായ മീമാംസ ഗ്രന്ഥമായ തന്ത്രവാർത്തികത്തിൽ ധർമ്മത്തെ ഇങ്ങനെ നിർവചിക്കുന്നു: സർവധർമ്മസൂത്രാണാം വർണ്ണാശ്രമധർമ്മോപദേശിത്വാത്. എല്ലാ ധർമ്മസൂത്രങ്ങളിലും പ്രതിപാദിക്കുന്നത് വർണ്ണാശ്രമധർമ്മമാണ് എന്ന്, ധർമ്മം എന്നതുകൊണ്ട് വർണ്ണാശ്രമധർമ്മമാണ് എന്ന് വളരെ കൃത്യമായിട്ട് അവിടെ വ്യവച്ഛേദിക്കുന്നുണ്ട്.